ഹലോ ഹബീബുകളെ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെയാണ് യാത്ര. റൂമിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റ് മതി കേട്ടോ എയർപോർട്ടിലെത്താൻ. എയർപോർട്ടിലെ മനോഹരമായ റോഡുകളും കണ്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ഏറെക്കുറെ നമ്മളിതാ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ വിദൂരതയിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എന്ത് മനോഹരമായ എയർപോർട്ടാണെന്നറിയോ? ലോകത്തെ നമ്പർ 1 എയർപോർട്ടുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ ഖത്തർ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നല്ല ഭംഗിയുള്ള റോഡുകളും എല്ലാം ആയി സെറ്റ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായൊരു എയർപോർട്ട്. ഇത് നമ്മുടെ എൻട്രൻസ് എത്തിയിട്ടോ. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കുള്ള പാസ് ഇതാ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. പാർക്കിങ്ങിൽ ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന എയർപോർട്ടിൻ്റെ സൈഡിൽ മനോഹരമായ താഴികക്കുടങ്ങളോട് കൂടി കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. എന്ത് മനോഹരമായ മസ്ജിദാണെന്നറിയോ? അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കൈ കിട്ടി ഇതേ വെയിറ്റിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം സോൾവായി. ലഗേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒക്കെ റെഡിയായി. അങ്ങനെ ഇതാ ലോഞ്ചിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇതാ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഖത്തർ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും കാണണം കേട്ടോ ഇത്. എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഒരു കൊടും ഗാർഡനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് സമയം കഴിഞ്ഞു. അതായത് നമുക്കുള്ള ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല തിരക്കാണ്. അതുകൊണ്ട് എയർപോർട്ടിൻ്റെ അല്ല, ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഇതേ നമ്മുടെ ബാഗേജ് സെലക്ഷനാണ്. അവിടുത്തെ ചടങ്ങുകളും കഴിഞ്ഞ് ബാഗേജ് സെക്ഷനിലെത്തിയിട്ടോ. ബാഗ് ഇതാ നമുക്കായിട്ടുള്ള ബാഗുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗ് കിട്ടിയില്ല, അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഡിലേ ആയി. എന്തായാലും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ ഇതാ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ ആനവണ്ടിയിലാണ് യാത്ര. നമ്മളെ കണ്ടക്ടർ സാറ് നമുക്ക് സീറ്റ് ഒഴിഞ്ഞു തന്നു. ഇവിടെ തന്നെ ഇരുന്നോ, നീ പെട്ടും കെട്ടിയൊന്നും എടുത്ത് ബാക്കോട്ട് പോകണ്ടറാ, ഇവിടെ ഇരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ വയനാട് ചുരം എത്തിട്ടോ. വയനാട് ചുരം എത്തിയാൽ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ ബ്ലോക്ക് തന്നെ, വേറെന്താ, നിത്യത്തൊഴിൽ അഭ്യാസം. പിന്നെ നമ്മുടെ ഡ്രൈവർ നല്ലൊരു അഭ്യാസി ആയതുകൊണ്ട് ഇതിലെയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒരുവിധം ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് തന്നെയാണ് കേട്ടോ. എന്തായാലും ഉന്തിത്തള്ളി ഞങ്ങൾ ഏറെക്കുറെ ഇതാ മുകളിലെത്താനായി. രാത്രി യാത്ര ഈ ബ്ലോക്കുള്ള സമയം വല്ലാത്തൊരു ചടപ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വയനാട് എൻട്രൻസ് എത്തി. അവിടെ വരെ തിരക്ക് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ആശാനൊരു പോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തി. കൽപ്പറ്റ അനിയൻ്റെ നിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ. എസ് ഭാരതിലേക്ക് കയറി അവിടെ നിന്ന് വണ്ടി എടുത്ത് വീട്ടിലേക്കുള്ള യാത്രയാണ്. ആരോടും പറയാതെ പോയതുകൊണ്ട്, കൂടെ ആരില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും ശരിയായില്ല. ഇതെങ്ങോട്ടാണോ, നീ കാട്ടിലേക്കാണോ എന്ന് ചോദിക്കണ്ട, ഇത് വീട്ടിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. നമ്മുടെ പഞ്ചായത്തല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ചളിയും കുണ്ടുമൊക്കെ നിറഞ്ഞ റോഡ്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് വീട്ടിലെത്തി. വീഡിയോ ഒക്കെ നല്ല സാമാന്യം അടിപൊളിയായി സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുള്ള യാത്രയായിരുന്നു. ഡ്രൈവിങ്ങും പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ കൂടി സെറ്റായില്ല. എന്തായാലും മക്കൾക്ക് എല്ലാവർക്കും സർപ്രൈസായി. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അവരൊക്കെ സ്റ്റക്കായി നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇത് കുറേ മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു.